എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി തോരനാണ്. ബീറ്റ്റൂട്ട് കൊണ്ട് അടിപൊളി ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് തോരനുള്ള ബീറ്റ്റൂട്ട് ഞാനിപ്പോൾ ഒരു ബീറ്റ്റൂട്ട് എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചോപ്പറിൽ കട്ട് ചെയ്തെടുക്കാം വൃത്തിയായിട്ട്. എന്നിട്ട് നമുക്ക് തോരൻ വെക്കാം. കൂടെ തന്നെ ഒരു പിടി കടല പുഴുങ്ങിയതും കൂടി എടുത്തോണം. അപ്പോൾ നമുക്കിത് ചെത്തി അരിഞ്ഞിട്ട് തോരൻ വെക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് നമ്മുടെ ബീറ്റ്റൂട്ട് നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇങ്ങനെയാണ് നമ്മുടെ തേങ്ങാപ്പീര ചിരിക്കുന്നതിൻ്റെ കൂട്ടാണ് ചിരികി എടുത്തേക്കുന്നത്, ചെറുതായിട്ട്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് വരും, അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ നമുക്ക് ഇനിയിപ്പം കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം മെയിനായിട്ട് നമുക്ക് പാൻ ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്താൽ മതി. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കടുക് നമുക്കിടാം. കടുക് ഒന്ന് നല്ലോണം പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഒരു കതിര് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു കൊച്ചുള്ളി ഞറക്കിയത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കൂടെ ചതച്ച 5 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ സവാളയാണിത്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമുക്ക് സവാള നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ബീറ്റ്റൂട്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ചുമള കളറിൽ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ബീറ്റ്റൂട്ട് ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് ഒരിച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടും സവാള എല്ലാം കൂടി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് ചെറുതാക്കിക്കണം. നമുക്ക് ആദ്യമേ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. ഇത് രണ്ടേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന പൊടി ഐറ്റംസ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ പൊടി ഐറ്റംസ് ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ പുഴുങ്ങി വെച്ചേക്കുന്ന ഒരു പിടി കടലയുണ്ട്, അതൊന്ന് സ്മാഷ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചതച്ചിട്ട് സ്പൂൺ വെച്ച് അങ്ങ് ഉടച്ചാൽ മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് ഈ കടലയും ബീറ്റ്റൂട്ടും കൂടി. അപ്പോൾ കടലയും ബീറ്റ്റൂട്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ അടുത്ത മെയിൻ ഐറ്റമായിട്ടുള്ള തേങ്ങാപ്പീരയാണ്. ഒരു ബൗൾ തേങ്ങാപ്പീര ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വെന്ത് വരും. നമ്മൾ അരിഞ്ഞ രീതി അങ്ങനെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി കൈവെള്ളമേ തളിക്കാവും, കൂടുതൽ വെള്ളം ഒഴിക്കരുത്. കൈവെള്ളം തളിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റത്തേക്ക് വെച്ചാൽ മതി. അടിപൊളിയായിട്ട് വെന്ത് വരും. അപ്പോൾ നമുക്ക് വെള്ളം തളിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റത്തേക്ക് മതി. അടിപൊളിയായിട്ട് വെന്ത് വരും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കാം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഉണക്കും വെന്ത് വന്നേക്കാണ്. ഇതുണ്ടോ, നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് സെർവ് ചെയ്യാം. കൂടുതൽ വെച്ച് കരിയണ്ട.
അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. ബീറ്റ്റൂട്ടിൻ്റെ കൂടെ ആ കടലയും കൂടി ചേർന്നുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മാത്രമല്ല ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാക്സിമം 10 മിനിറ്റ് അത്രയും മതി. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.